Hi dear students, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ള ഓപ്പൺ കോഴ്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അവസാന നിമിഷം എക്സാമിന് കയറുന്നതിൻ്റെ തലേന്നായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഇത് മാത്രമായിട്ട് പഠിച്ചു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മോഡ്യൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ എന്നും എന്താണ് ഏതൊക്കെയാണ് ടൈപ്സ് എന്നും ആണ് ഫസ്റ്റ് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ദാറ്റ് ആക്സെപ്റ്റ് ന്യൂ ഡാറ്റ ആസ് ഇൻപുട്ട് ആൻഡ് പ്രോസസ്സഡ് ഇറ്റ് വിത്ത് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട് ആസ് ഔട്ട്പുട്ട്. അതായത് നമ്മുടെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഡാറ്റയാണ്. ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റയെ പ്രോസസ്സിലൂടെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റയും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസൾട്ടുമാണ്. അതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ എന്താണ് എന്നുകൊണ്ട് അർത്ഥങ്ങൾ. കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ന്യൂ ഡാറ്റ ആസ് ഇൻപുട്ട് ആൻഡ് പ്രോസസ്സസ് ഇറ്റ് വിത്ത് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട് ആസ് ഔട്ട്പുട്ട്. പിന്നെ അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ പല ടൈപ്സ് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ടുള്ള കാറ്റഗറൈസേഷനാണ്. ജനറേഷൻ വെച്ചിട്ടുള്ള ഡിവിഷൻ, പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് എന്തൊക്കെ അതായത് പല തരത്തിലുള്ള അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഡെസ്ക് ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, നോട്ട് ബുക്ക് ഉണ്ട്, നെറ്റ് ബുക്ക്, ഒരുപാട് വീണ്ടും പല കാറ്റഗറൈസേഷനും ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ഈ 4 ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ്, നോട്ട് ബുക്ക്, നെറ്റ് ബുക്ക്. അപ്പോൾ നമുക്കറിയാം ഡെസ്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടേഴ്സിനെയാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫിക്സഡാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പോർട്ടബിളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ പേര് മാറി കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പോർട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും കൊണ്ട് നടക്കാൻ കഴിയും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ട് തന്നെ. ഡെസ്ക് ടോപ്പിനെ അപേക്ഷിച്ച് കുറേ ഡിസഡ്വാൻറ്റേജസ് ലാപ്ടോപ്പിലുണ്ട്. പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോർട്ടബിൾ എന്നാണ്. പിന്നെ പറയുന്നത് നോട്ട് ബുക്കാണ്. അടുത്ത നെറ്റ് ബുക്കാണ്. നോട്ട് ബുക്കായാലും നെറ്റ് ബുക്കായാലും അതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ചും കൂടി സിമ്പിൾ വേർഷനാണ്. ലാപ്ടോപ്പിനെക്കാളും സിമ്പിളായ വേർഷനാണ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കോമ്പാക്റ്റബിൾ ആവുക, കുറച്ചും കൂടി പോർട്ടബിളാക്കി മാറ്റുക, അതാണ് ഈ നോട്ട് ബുക്ക് വഴി സാധിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് നെറ്റ് ബുക്ക്. നെറ്റ് ബുക്ക് എന്ന് പറയുമ്പോഴും കുറച്ചും കൂടി എന്താണ് കൊണ്ടു നടക്കാൻ പറ്റുന്ന രൂപം. അപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ വരുന്നത് എന്താണ് മെയിനായിട്ട് വരുന്നത് ചിപ്പുകൾ, വയർലെസ് വൈഫൈ, അങ്ങനത്തെ ബ്ലൂടൂത്ത്, അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പോർട്ടബിൾ ആണ് എന്നുള്ളത്, നമ്മൾ ആവശ്യാനുസരണം കൊണ്ടു നടക്കാൻ കഴിയുമെന്നാണ് ലാപ്ടോപ്പിൻ്റെ ഫീച്ചർ എങ്കിൽ. നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട് പാഡ് എന്നൊക്കെ പറയാം. നോട്ട് പാഡിൽ നിന്ന് റൈറ്റിംഗ് പാഡ്, ഡ്രോയിങ് പാഡ്, ലീഗൽ പാഡ്, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതും കുറച്ചും കൂടി എന്താണ് ഒരു നമ്മുടെ നോട്ട് ബുക്കിൽ നോട്ട് എഴുതുന്ന മാതിരി നമുക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അതിനൊരു പേര് വരാൻ കഴിഞ്ഞത്. ഡ്രോയിങ് പർപ്പസിനാണെങ്കിലും പിന്നെ മെമ്മോറാൻഡ്, അതായത് നമുക്ക് റിമൈൻഡർ പോലെ സൂക്ഷിക്കാവുന്നൊക്കെയാണ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നോട്ട് ബുക്കിൻ്റെ പർപ്പസ് ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം.
പിന്നെ നെറ്റ് ബുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. അത് വളരെ സ്മോളാണ്, എക്സ്പെൻസ് കുറവാണ് ലാപ്ടോപ്പിനേക്കാളും. പക്ഷേ പെർഫോമൻസ് വളരെ മോശമാണ്. പക്ഷേ ഉപയോഗിക്കാൻ കൊണ്ട് നടക്കാനുള്ള സുഖം കൊണ്ടും പിന്നെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് നെറ്റ് ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ പറയുന്നത്. പല തരത്തിൽ നമുക്ക് കൺവേർഷൻ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇതായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് അടുത്തതായിട്ട് പറയുന്നതാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റമൊഴി പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് ടാഞ്ചിബിൾ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ടച്ചബിൾ പാർട്ടിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ അറിയുന്ന വസ്തുക്കളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. CPU ആയാലും ഇൻപുട്ട് ഡിവൈസുകളായാലും ഔട്ട്പുട്ട് ഡിവൈസുകളായാലും എല്ലാം തന്നെ ഹാർഡ്വെയർസ്. അങ്ങനെ CPU ആയാലും നമുക്ക് ടച്ചബിളാണ്. ഇൻപുട്ട് ഡിവൈസായ മൗസ്, കീബോർഡ് അതെല്ലാം ടച്ചബിളാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസായ സ്ക്രീന്, പ്രിൻ്റർ എല്ലാം തന്നെ ടച്ചബിളാണ്. സോ ഹാർഡ്വെയറിന് എക്സാമ്പിൾ പറയാം CPU ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസും. പിന്നെ നമുക്ക് തന്നെ ഇതിൽ തന്നെ പറയാം CPU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന CPU ആണ്. എല്ലാ പെർഫോമൻസും അതായത് എല്ലാ ഡാറ്റ പ്രോസസ്സിങ്ങും നടക്കുന്നത് CPUവിലാണ്. എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നതും റിസൾട്ട് പെർഫോം ചെയ്യുന്നതും എല്ലാ കൺട്രോളിങ്ങും എല്ലാ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും മെമ്മറി യൂണിറ്റും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് CPUവിൻ്റെ അണ്ടറിലാണ്. പിന്നെ ഇൻപുട്ട് ഡിവൈസസ് പറയണത് ഇപ്പോൾ പറഞ്ഞത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ മൗസ് വഴി നമുക്ക് ക്ലിക്കിലൂടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയും. അതുപോലെ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ മൗസും കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അതുപോലെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ വേറെയും ഉണ്ട്. നമുക്ക് ഇവിടെ അതായത് നമ്മൾ കമ്പ്യൂട്ടറിലല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വെബ് ക്യാമറ ഒരു ഔട്ട്പുട്ട് ഡിവൈസായിട്ട് നമുക്ക് പറയാം. സ്കാനർ ഇൻപുട്ടായിട്ട് പറയാം. ഔട്ട്പുട്ടായിട്ട് നമുക്ക് സ്പീക്കർ പറയാം. അതുപോലെ പ്രിൻ്റർ പറയാം. അതൊക്കെ തന്നെ സ്ക്രീന് പറയാം. അതൊക്കെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത് നമുക്ക് സോഫ്റ്റ്വെയർ ആണ്. ഈ ഹാർഡ്വെയർ തിരിച്ച് നേരെയുള്ളൊരു ഭാഗമാണ് സോഫ്റ്റ്വെയർ. അതായത് ഹാർഡ്വെയർ എന്നുള്ള ടച്ചബിൾ പാർട്ടാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അൺടച്ചബിൾ പാർട്ട്. ഇറ്റ്സ് എ പ്രോഗ്രാമബിൾ പാർട്ട്. നമുക്ക് തൊട്ട് നോക്കാൻ കഴിയില്ല. അതായത് നമുക്ക് ഇടുമ്പോൾ C പ്രോഗ്രാമിങ്, ജാവ പ്രോഗ്രാമിങ് അങ്ങനെ പല പ്രോഗ്രാമിങ്. ഈ പ്രോഗ്രാമിങ് നമുക്ക് കാണാൻ കഴിയുന്നതോ ടച്ച് ചെയ്യാൻ കഴിയുന്നതല്ല. അതായത് ഒരു രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്ന് മാത്രം. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അൺടച്ചബിൾ പാർട്ട്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് മസ്റ്റായിട്ട് വേണം. നമുക്ക് കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ ഒന്ന് നിങ്ങൾ വിൻഡോസ് അല്ലെങ്കിൽ ഉബുണ്ടു അങ്ങനെ എല്ലാം കാണുന്നുണ്ടാവും. അങ്ങനെയാണ് തുടക്കം കാണുക. അതൊരു സോഫ്റ്റ്വെയറാണ്. അത് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. വെറുതെ ഒന്നുമില്ലാത്തൊരു ലാപ്ടോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ കഴിയില്ല. അതിനൊരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് മസ്റ്റാണ്. അതുണ്ടെങ്കിൽ ഉള്ളിലോട്ട് കയറാൻ കഴിയും. അത് നിർബന്ധമായിട്ടും അത് വേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പം ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ടെങ്കിലേ സിസ്റ്റം റൺ ആവുള്ളൂ. അതുപോലെ ലിങ്കർ, ലോഡർ അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മൾ തുറക്കുമ്പോൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റം തുറക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന വിൻഡോസ് എന്നോ അല്ലെങ്കിൽ ഉബുണ്ടു എന്നോ ഒക്കെ പറഞ്ഞ് വരുന്ന അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിനെയും നമ്മുടെ യൂസർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളെയും കൂടി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇൻ്റർമീഡിയേറ്ററാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഡോക്യുമെൻറ്റേഷൻ ആവാം, പ്രസൻറ്റേഷൻ ആവാം, കാൽക്കുലേഷൻ ആവാം, അതല്ല പെയിൻറ്റിങ് ആവാം, ഫോട്ടോഷോപ്പ് ആവാം, എന്തോ ആവാം. അത് സ്പെസിഫിക് വർക്കായിരിക്കും. അത്തരം സോഫ്റ്റ്വെയർസിൻ്റെ പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർഡ്,
വേർഡ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷന് വേണ്ടി മാത്രമുള്ളതാണ്. എക്സൽ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷന് വേണ്ടി മാത്രമുള്ളതാണ്. പവർ പോയിൻറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റേഷന് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. പിന്നെ അടുത്ത് പറയും നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടറാണ്. അതായത് ഒരുപാട് കമ്പ്യൂട്ടറുകളെ പരസ്പരം കൂട്ടിച്ചേർത്തുള്ള കണക്ഷനെയാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കണക്ഷനാണ്, പല പല കമ്പ്യൂട്ടറുകളെ കൂട്ടിച്ചേർത്തിട്ടുള്ള. ആ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റും ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് നെറ്റ്വർക്കുകൾ കൂടിച്ചേർന്നതാണ്. അപ്പോൾ അതിൽ തന്നെ പലതരം നെറ്റ്വർക്കുകൾ, ലാൻ ഉണ്ട്, വാൻ ഉണ്ട്, മാൻ ഉണ്ട്, അങ്ങനെ പലതരം നെറ്റ്വർക്കുകളുണ്ട്. ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതായത് ഒരു ക്യാമ്പസ്, നമ്മുടെ കോളേജോ അല്ലെങ്കിൽ ഒരു ബാങ്കോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു 100 മീറ്ററിൽ ഒതുങ്ങുന്ന ചെറിയ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കിന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതേസമയം വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതൊരു കൺട്രി അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടി കഴിയുന്ന നെറ്റ്വർക്കാണ്. അതുകൊണ്ട് നമുക്ക് ശരി ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡം മൊത്തം കവർ ചെയ്യാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ്. അതിനിടയിൽ വരുന്നതാണ് മാൻ. അത് നിങ്ങളുടെ സിലബസിൽ വളരെ അടുത്ത് കാണുന്നു. മാൻ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അത് വളരെ, അതായത് ഒരു സിറ്റി, അതായത് ലാൻഡിനേക്കാളും വലുതുമാണെന്നാൽ വാനിനേക്കാളും നടുവിൽ നിൽക്കുന്ന ഇതാണ് മാൻ എന്ന് പറയുന്നത്. അതൊരു കേബിൾ TV നെറ്റ്വർക്കൊക്കെ എക്സാമ്പിൾ പറയാം. അത്തരത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട്. ലാൻഡിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വാനും അതുപോലെ തന്നെ അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. ഓരോന്നിൻ്റെ ഫീച്ചർ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് നോക്കി വയ്ക്കുക. ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറയണുള്ളൂ. പിന്നെ അടുത്ത് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. 2 തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. ഒന്ന് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്, പ്രൈമറി സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും ഉണ്ട്. നമുക്കറിയാം പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിനുള്ളിൽ തന്നെയുള്ള ആ സ്റ്റോറേജ് ഡിവൈസാണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്. സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതായത് എക്സ്ട്രാ നമ്മൾ പെൻഡ്രൈവ് ആയിട്ടോ CD ആയിട്ടോ അങ്ങനെ ഉപയോഗിക്കുന്ന, ഫ്രണ്ടൊക്കെ ഫ്ലോപ്പി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫ്ലോപ്പി ഇല്ല, അങ്ങനെ ഫ്ലോപ്പി ഡിസ്ക്, അങ്ങനെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ സെക്കൻഡറി ആയിട്ട് വെക്കുന്ന മെമ്മറി സ്റ്റോറേജിനാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. പ്രൈമറി സ്റ്റോറേജ് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രൈമറി സ്റ്റോറേജിലാണ്. അതേസമയം സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത് വെക്കുന്ന, അപ്പോൾ അതാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലായി. ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്. ഹാർഡ് ഡിസ്ക് നമ്മൾ എക്സ്ട്രാ കണക്ഷൻ വെക്കാറുണ്ട്. ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്. അപ്പോൾ എന്താണ് ഹാർഡ് ഡിസ്ക്, എന്താണ് ഫ്ലോപ്പി ഡിസ്ക് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്താണെന്ന് പറയണുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചർ പഠിക്കണം. പിന്നെ നമ്മൾ മെമ്മറി കാർഡൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ഓർത്ത് വയ്ക്കുക. CD ROM എന്ന് പറഞ്ഞത് CD ഡ്രൈവ്, CD തന്നെ നമ്മൾ CD ഇല്ലേ, CD DVD എന്നൊക്കെ പറയുന്നത്, പിന്നെ പെൻ ഡ്രൈവ്, ഇത്രയും കാര്യങ്ങൾ സ്റ്റോറേജ് ഡിവൈസിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തത് ക്ലയൻറ്റ് സെർവറാണ്. ക്ലയൻറ്റ് സെർവർ, ക്ലയൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അതിന് റെസ്പോൺസ് തരുന്നതാണ് എന്ത്, സെർവർ. അപ്പോൾ ക്ലയൻറ്റ് എന്താണെന്നും സെർവർ എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടേം മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇത്രയും ഭാഗമാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്തും ആവാം ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഒരു ക്ലയൻറ്റും സെർവറും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിട്ട് വേണ്ടതാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ക്ലയൻറ്റും ഒരു സെർവറും ഇല്ലാണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാവില്ല.
ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യണമെങ്കിൽ ക്ലയൻറ്റും സെർവറും കൂടി, അതുകൊണ്ടാണ് ക്ലയൻറ്റ് സെർവർ എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഇതിൽ യൂസ് ചെയ്യാൻ തന്നെ കാരണം. സെർവർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ റെസ്പോൺസിബിൾ പാർട്ടിനെയാണ് സെർവർ എന്ന് പറയുന്നത്. റിക്വസ്റ്റ് പാർട്ടിനെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻ കേസ് അത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ എഴുതുക. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ഇനി എന്തെങ്കിലും ഇത് കേട്ടൊരു ഡൗട്ട്സ് എല്ലാം തോന്നുകയാണെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും ആ മോഡ്യൂളിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചോദിക്കുക. ഓക്കെ, താങ്ക് യു.